നമ്മുടെ വീട് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ പെയിന്റ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ആവശ്യമായ പെയിന്റ് എടുക്കുന്നതിന് നമുക്ക് വലിയ മോടി അയക്കുന്നതിന് പകരം ചെറിയ അടപ്പ് നമ്മൾ ഊരിയെടുക്കുക. അതിൽ നിന്ന് നമ്മൾ പെയിന്റ് എടുക്കുമ്പോൾ ഇതുപോലെ കുറെ പെയിന്റ് പോകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ ഇതുപോലെ ഒരു പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പ് അതിന് പാകത്തിന് ഉരുക്കി അതിലേക്ക് വെച്ച് അമർത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ബക്കറ്റിലേക്ക് ഒഴിച്ച് നമ്മൾ ഓരോ ദിവസം എത്രയാണോ അടിക്കുന്നത് അതിന് നമ്മൾ കണക്കാക്കി എടുക്കുക. മെല്ലെ താത്തി കൊടുത്താൽ ഒരു തുള്ളി പോലും പെയിന്റ് നഷ്ടപ്പെടാതെ നമുക്ക് പെയിന്റ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പൈപ്പ് ഊരിയെടുത്തതിന് ശേഷം അടപ്പിട്ടിട്ട് സൂക്ഷിക്കാം. ഇനി വലിയ മൂടി അഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ള സീല് ഇങ്ങനെ പൊട്ടിച്ച് വലിച്ചെടുത്താൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം ചെറിയ അടപ്പ് ഊരിയാൽ എയർ ടൈറ്റ് ഒഴിവാക്കി അതിനുശേഷം എളുപ്പത്തിൽ നമുക്ക് വലിയ മൂടി ഊരിയെടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം 1 ലിറ്റർ പെയിന്റിന് 600 മില്ലി വരെ വെള്ളമാണ്. ഇതിൽ ഞാൻ 400 മില്ലി വെള്ളമാണ് ചേർത്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു പൈപ്പ് എടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആ പൈപ്പിന്റെ ഒരറ്റത്ത് നമ്മൾ റോൾ ബ്രഷ് ചേർക്കുക. ചുമരിൽ ഇതുപോലെ വലിയ അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ നന്നായി ഉരച്ച് ആദ്യം വൃത്തിയാക്കണം. അതിന്റെ ശേഷമാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. ആദ്യം നമ്മൾ സീലിങ്ങിലാണ് ചെയ്യേണ്ടത്. സീലിങ്ങിൽ അടിച്ചതിന് ശേഷമേ ചുമരിൽ ചെയ്യാൻ പാടുള്ളൂ. സീലിങ്ങിൽ 1 or 2 കോട്ട് ആവശ്യമെങ്കിൽ രണ്ടാമത്തെ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചുമരിലേക്ക് ചെയ്യുക. നമ്മൾ അതിന്റെ മൂലയിലൊക്കെ സാധാരണ ബ്രഷ് എടുത്ത് പെയിന്റിൽ പൊക്കി നമ്മുടെ ഈ പൈപ്പിന്റെ തറ്റത്ത് വെച്ചതിന് ശേഷം പെയിന്റ് അടിച്ചാൽ മതി. അതിനുശേഷം ഇത്ര എളുപ്പത്തിൽ നമ്മൾ ചുമരുകളൊക്കെ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വാതിൽക്കട്ടിൽ ജനവാതിലൊക്കെ ഇതുപോലെ വൃത്തിയിൽ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒരു ആപ്പ് വാങ്ങി കൃത്യമായിട്ട് ഒട്ടിക്കാം. ശേഷം അതിനാവശ്യമായിട്ടുള്ള പെയിന്റ് എടുത്ത് അതിലേക്ക് ലേശം ടർപ്പന്റ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഈ ചുമരുമേൽ അല്ലെങ്കിൽ വാതിൽക്കട്ടിൽ അടിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മളവിടെ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് പേടിക്കേണ്ടതില്ല. സ്റ്റിക്കറിന്റെ മുകളിൽ കൂടി ആയാലും കുഴപ്പമില്ല. അങ്ങനെ സ്പീഡിൽ അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മെല്ലെ ഊരിയെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ വൃത്തിയിൽ ലൈൻ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ അളവിന് നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അതുകൊണ്ട് പെയിന്റർമാരുടെ ജോലി പോകും എന്നുള്ള ഭയമൊന്നും വേണ്ട. കാരണം നമ്മളിൽ പലർക്കും സമയക്കുറവോ അതല്ലെങ്കിൽ മടിയന്മാരൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ജോലി കാര്യമായിട്ട് ചെയ്യാൻ തോന്നാത്തത്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് ജോലി എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും.